ഷനാസ എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ എങ്ങനെ പോകുന്നു മൊബൈൽ ഫോണിന്റെ പരിപാടികളൊക്കെ, ബിസിനസ് ഒക്കെ? അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എങ്ങനെ എന്റെ മൊബൈൽ ഫോണിന്റെ ഫീൽഡിലേക്കുള്ള ഒരു വരവ്, എവിടെ പഠിച്ച് എങ്ങനെ പഠിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കൽപ്പറ്റ സിംസിലാണ് പഠിച്ചത്. അവിടുന്ന് ഒരു 3-4 മാസത്തോളം ട്രെയിനിങ് കിട്ടി. പിന്നെ MI സർവീസ് സെന്ററിൽ ചെയ്തു. ഒരു വർഷത്തോളം. സിംസിന്റെ ഷോപ്പിൽ ട്രെയിനിങ് എടുത്തു കുറച്ച്. എന്നിട്ട് ഇത് MI സർവീസ് സെന്ററിൽ കയറി കൽപ്പറ്റ തന്നെ. അവിടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ ആ സമയം കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഒരു സ്വന്തം ഷോപ്പൊക്കെ നടത്താൻ പറ്റും എന്നൊക്കെ കോൺഫിഡൻസ് ആയി. കസ്റ്റമർ ഡീലിംഗ് ഒക്കെ നന്നായി പഠിച്ചു. MIയിലൊക്കെ ആകുമ്പോൾ കസ്റ്റമർ ഡീലിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഷോപ്പിൽ നിന്ന്, നമ്മളെ ഷോപ്പിൽ നിന്നാണെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം പഠിച്ചു. എല്ലാവർക്കും മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ? എല്ലാവർക്കും ചെയ്യാനുള്ള. MIയിൽ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ MIയിൽ നിന്ന് കുറെ ചെയ്യാണ്ടായിരുന്നു. അവിടുന്ന് സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു, കൊറേയൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്. അവിടുത്തെ ഓതറൈസ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കമ്പനിന്റെ റൂളും കാര്യങ്ങളൊക്കെ അതും പഠിക്കാൻ പറ്റും. ഷോപ്പൊക്കെ നടത്തുന്ന സമയത്ത് എങ്ങനെ ഒരു കമ്പനിയുള്ള ഡീലിംഗ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനി അതിന്റെ കസ്റ്റമേഴ്സ് വരുന്ന രീതി പഠിച്ച്. കസ്റ്റമർ ഡീലിംഗ് ബിസിനസിന്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായി തുടങ്ങുന്നത് കസ്റ്റമർ ഡീലിംഗ് അവിടെ നന്നായി പഠിച്ചു. അവിടെ നന്നായിട്ട് പഠിച്ചു. ഓക്കെ.